കഴിഞ്ഞ ജന്മങ്ങളിൽ ഏതോ ഒന്നിൽ ഞാനൊരു തമിഴ്നാട്ടുകാരിയായിരുന്നു എന്ന കാര്യത്തിൽ എനിക്ക് സംശയം ഒട്ടുമില്ല. അതുകൊണ്ട് തന്നെയാവും തമിഴ്നാട്ടിൽ എവിടെയെങ്കിലുമൊക്കെ എത്തുമ്പോൾ മുമ്പ് എപ്പോഴൊക്കെയോ ഞാനിവിടേക്ക് ഉണ്ടായിരുന്നു എന്നൊരു തോന്നൽ എൻ്റെ ഉള്ളിൽ ശക്തമായിട്ടുണ്ടാവാറുണ്ട്. തമിഴ് പാട്ട് കേൾക്കുമ്പോൾ, മുല്ലപ്പൂവിൻ്റെ മണം കേൾക്കുമ്പോൾ, ഇതുപോലെ മണികിലേക്ക് പോകുന്ന കാളവണ്ടികൾ കാണുമ്പോൾ ഒക്കെ എനിക്ക് എന്തോ ഒരു പരിചിതത്വം തോന്നും. അങ്ങനെ സ്വതവേ തമിഴ്നാടിനോട് ഏറെ 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 പ്രിയമുള്ള എനിക്ക് എത്രയോ വർഷങ്ങളായിട്ട് ഒരു മോഹം മനസ്സിലുറങ്ങിക്കിടക്കുന്നുണ്ടായിരുന്നു. തമിഴ്നാട്ടിലെ ഒരിടം, അതേ ആ ഒരിടത്തേക്കാണ് ഇപ്പോഴും ഈ യാത്ര. 1992 രാജശില്പി എന്ന ചിത്രം ഇറങ്ങിയ സമയത്ത് തന്നെ തിയേറ്ററിൽ നിന്ന് കണ്ടിറങ്ങിയ ആ ദിവസം ഞാൻ എൻ്റെ ഡയറിയിൽ ഒരു വരി കുറിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു ദിവസം ഞാനും പോകും തഞ്ചാവൂർക്ക്. വർഷങ്ങൾ എത്ര കാത്തിരിക്കേണ്ടി വന്നു ആ സ്വപ്നം യാഥാർത്ഥ്യമാവാൻ. ഉള്ളിൽ എവിടെയോ ആ മോഹം എപ്പോഴും ജ്വലിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. പലയിടങ്ങളിൽ സഞ്ചരിച്ചിട്ടും അതിമനോഹരങ്ങളായ പലയിടങ്ങൾ കണ്ടിട്ടും എൻ്റെ മനസ്സ് സത്യമായിട്ടും കാത്തിരിക്കുക തന്നെയായിരുന്നു ഈ ഒരു ദിവസത്തിനായിട്ട്. പോകുന്ന വഴിയാവട്ടെ ഇത് മനോഹരമായിരുന്നു എന്നറിയോ. തമിഴ്നാടിൻ്റെ ഭംഗി മുഴുവൻ ഉറങ്ങിക്കിടക്കുന്ന വഴികളായിരുന്നു തഞ്ചാവൂർക്ക് പോകുന്ന യാത്രാ വഴി. സന്തോഷം എന്നൊന്നും പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും അധികം സന്തോഷിച്ചൊരു യാത്ര ഏതാണെന്ന് ചോദിച്ചാൽ എനിക്ക് ഒരു സംശയമില്ലാണ്ട് പറയാൻ പറ്റും, അത് തഞ്ചാവൂർക്കുള്ള ഈ യാത്ര തന്നെയായിരുന്നു എന്ന്. കേരളവുമായിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ തമിഴ്നാട് ശരിക്കും വളരെയേറെ വിസ്താരമുള്ളൊരു സംസ്ഥാനമായതുകൊണ്ട് തന്നെ ഹൈവേ കൂടി യാത്ര ചെയ്യുമ്പോൾ കിലോമീറ്ററുകളോളം നമുക്ക് വിജനമായ പ്രദേശങ്ങൾ കാണാൻ സാധിക്കും. കൃഷിയിടങ്ങളും കാറ്റാടി യന്ത്രങ്ങളും എവിടെ നോക്കിയാലും കൊച്ചു കൊച്ചു കോവിലുകളും, അങ്ങനെ നമ്മൾ ഹൈവേ കൂടി പോകുന്ന പോലത്തെ ഒരു അനുഭവമേ അല്ല തമിഴ്നാട്ടിലെ ഒരു ഹൈവേയിൽ കൂടി പോകുമ്പോൾ. വളരെ വ്യത്യസ്തമാണത്. അങ്ങനെ എന്താ പറയുക, ഒടുവിൽ തഞ്ചാവൂർ എന്ന എൻ്റെ സ്വപ്നഭൂമിയിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. മനസ്സിനുണ്ടായ സന്തോഷമുണ്ടല്ലോ, അതങ്ങനെ അങ്ങോട്ട് പറഞ്ഞ് ഫലിപ്പിക്കാനൊക്കെ എനിക്ക് സാധിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. ആ തഞ്ചാവൂരിൻ്റെ ആ പെരിയ കോവിൽ കണ്ട ആ നിമിഷം ഉണ്ടല്ലോ, എനിക്ക് എവിടെ നിന്നോ ഒരു ശബ്ദം കേട്ടത് മാതിരി തോന്നി. എങ്കയോ എപ്പോവോ പാത്ത മാതിരി എന്ന് രാജശില്പിയിൽ അതിൽ നായിക പറഞ്ഞ വരികളുണ്ടല്ലോ, അതാണ് എൻ്റെ മനസ്സിലേക്ക് വന്നത്. തഞ്ചാവൂരിനെ ഇവിധം പ്രശസ്തമാക്കുന്നത് പെരിയ കോവിലാണെന്ന് പറയേണ്ടി വരും. കാരണം തഞ്ചാവൂർ സന്ദർശിക്കുന്ന ആരും തന്നെ പെരിയ കോവിൽ സന്ദർശിക്കാതെ മടങ്ങാറില്ല. ഒരു വേള പെരിയ കോവിൽ സന്ദർശിക്കാൻ അതിനുവേണ്ടിയാണ് പലരും തഞ്ചാവൂർ എത്തുന്നത് എന്ന് തന്നെ പറയേണ്ടി വരും. തഞ്ചാവൂർ ക്ഷേത്രത്തിൻ്റെ എടുത്തു പറയേണ്ട പ്രത്യേകത അതിൻ്റെ 200 അടിയോളം ഉയരമുള്ള വിമാന ഗോപുരം തന്നെയാണ്. ഈ ഗോപുരം മേരുപർവ്വതത്തെ പ്രതിനിധീകരിക്കുന്നു എന്നാണ് വിശ്വാസം. ശരിക്കും യുനെസ്കോൻ്റെ വേൾഡ് ഹെറിറ്റേജ് സെൻറ്ററുകളിൽ ഒന്നായിട്ടാണ് പെരിയ കോവിൽ അഥവാ രാജരാജേശ്വര ക്ഷേത്രം, അതുമല്ലെങ്കിൽ ബൃഹദീശ്വര ടെമ്പിൾ എന്നും അറിയപ്പെടുന്ന ഈ മഹാക്ഷേത്രം ഉള്ളത്. തഞ്ചനൻ എന്നൊരു അസുരൻ മഹാശല്യമായതിനെ തുടർന്നിട്ട് ശ്രീ ആനന്ദവല്ലി ദേവിയും നീലമേഘപ്പെരുമാൾ, അതായത് മഹാവിഷ്ണുവും ചേർന്ന് വധിച്ചു എന്നും മരിക്കുന്നതിന് മുമ്പായിട്ട് ആ നഗരത്തിന് തൻ്റെ പേര് നൽകണമെന്ന് അസുരൻ യാചിച്ചതുകൊണ്ട് ആ തഞ്ചാവൂരിന് ആ പേര് കിട്ടിയത് ഈ അസുരനിൽ നിന്നാണ് എന്നും ഒരു കഥ പ്രചാരത്തിലുണ്ട്. പല രാജവംശങ്ങളും പല കാലങ്ങളിലായിട്ട് തഞ്ചാവൂർ ഭരിച്ചിട്ടുള്ളതായിട്ട് ചരിത്രമുണ്ട്. പല്ലവ, മുത്തുരായർ, ചോള, പാണ്ഡ്യ, നായക, മറാത്ത, ബ്രിട്ടീഷ്, അങ്ങനെ പോകും ആ നീണ്ട നിര. കാലങ്ങളിൽ ഇങ്ങനെ വന്നിട്ടുള്ള വിവിധ ഭരണാധികാരികൾ വരുത്തിയിട്ടുള്ള പല മാറ്റങ്ങളും തഞ്ചാവൂരിലെ ഈ പെരിയ കോവിലിൻ്റെ പല ഭാഗങ്ങളിലുമായിട്ട് നമുക്ക് കാണാനും സാധിക്കും. പലരും പണിതിട്ടുള്ള പല കോവിലുകളാണ്, പല ദർശനങ്ങളിലുള്ള പല വ്യത്യാസങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. പെരിയ കോവിലിന് പല ഗോപുരങ്ങളുണ്ട്. എനിക്കതിൽ വളരെ രസകരമായി തോന്നിയ ഒന്നാണ് കേരളാന്തകൻ തിരുവാസൽ ഗോപുരം എന്നിട്ടുള്ള ഈ ഗോപുരം. കാരണം കേരള രാജാവായിരുന്ന ഭാസ്കര രവിവർമ്മയെ യുദ്ധത്തിൽ തോൽപ്പിച്ച ശേഷം രാജരാജ ചോളൻ മഹാരാജാവിന് കിട്ടിയ പേരാണ് കേരളാന്തകൻ. അതിനുശേഷം അതിൻ്റെ ഒരു സ്മാരകം എന്ന രീതിയിൽ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഗോപുരമാണ് സത്യം പറയപ്പെടുന്നത്. ഈ ക്ഷേത്രത്തിൻ്റെ ഓരോ മൂലയിലും കാണുന്ന കൊത്തുപണികളും ശിലയിൽ തീർത്ത് വച്ചിരിക്കുന്ന മായാജാലങ്ങളും കണ്ടാലുണ്ടല്ലോ നമ്മൾ കണ്ണുമിഴിച്ച് നിന്നു പോവും.
എവിടേക്ക് നോക്കിയാലും സൗന്ദര്യം എന്ന് പറയുമ്പോൾ അതൊരു അതിശയോക്തിയല്ല. പൗരാണികത ഉറങ്ങിക്കിടക്കുന്ന ഓരോ ഭാഗങ്ങളും നോക്കി നിൽക്കുമ്പോണ്ടല്ലോ നമ്മുടെ മനസ്സിനുണ്ടാവുന്ന സന്തോഷം അതിങ്ങനെ വാക്കുകളിൽ കൂടി പറഞ്ഞാൽ അതെനിക്ക് എത്രത്തോളം നിങ്ങളിലേക്ക് എത്തിക്കാൻ സാധിക്കുമെന്ന് എനിക്കറിയില്ല. പെരിയ കോവിലിനെ രാജരാജേശ്വര ക്ഷേത്രം എന്നാണ് വിളിച്ചുകൊണ്ടിരുന്നിരുന്നത്. പിന്നീട് നായക് തിരുവുടയോൻ കോവിൽ എന്നും വിളിച്ചിട്ടുണ്ട്. എന്നാൽ മറാത്ത ഭരണകാലത്താണ് ശ്രീ ബഹദീശ്വര കോവിൽ എന്ന് വിളിക്കാൻ ആരംഭിച്ചത്. ഒരുപക്ഷെ ചോളന്മാരുടെ മഹത്വത്തെ മറയ്ക്കാനാവണം മറാത്തകൾ ഇങ്ങനെയൊക്കെ വിളിക്കാൻ തുടങ്ങിയത്. എന്നാൽ ഇപ്പോഴും ഇവിടുത്തെ തദ്ദേശവാസികൾ ഇതിനെ പെരിയ കോവിൽ എന്ന് തന്നെയാണ് വിളിക്കുന്നത്. അതിനു മുമ്പിൽ ചെന്ന് നിന്നാൽ പെരിയ കോവിൽ എന്നല്ലാതെ മറ്റൊന്നും പറയാനായിട്ട് നമുക്ക് തോന്നില്ല. കാരണം അത്ര പെരിയൊരു കോവിൽ വേറെ ഒന്നും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അല്ലെങ്കിൽ കണ്ടിട്ടുണ്ടെങ്കിൽ തന്നെ മറ്റൊന്നും എൻ്റെ മനസ്സിൽ ഇതുപോലെ പതിഞ്ഞിട്ടില്ല. ഇന്ത്യയിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ ശിവലിംഗമാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. 13 അടിയാണ് ഇതിൻ്റെ ഉയരം. ശ്രീകോവിലിൻ്റെ 2 നില ഉയരമുണ്ട് ഏകദേശം ഈ പ്രതിഷ്ഠയ്ക്ക്. ഇവിടുത്തെ ഇതിൻ്റെ ഒറ്റക്കല്ലിൽ കൊത്തിയ ഒരു നന്ദി ഇതിൻ്റെ മുമ്പിലായിട്ടുണ്ട്. 25 ടൺ ഭാരവും 12 അടി ഉയരവുമുള്ള നന്ദിയും കാണാൻ സാധിക്കും. ഇതിന് ഈ പ്രധാന പ്രതിഷ്ഠയെ കൂടാതെ തന്നെ ഒരുപാട് ഉപപ്രതിഷ്ഠകൾ ഇതിനുള്ളിലുണ്ട്. വരുണ ഭഗവാൻ, മഹാപാർവതി, ശ്രീ പാർവതി ദേവി, പിന്നെ അതുകൂടാതെ വരാഹമൂർത്തി, ദക്ഷിണാമൂർത്തി, ഗണപതി, കരുവാരൂർ ക്ഷേത്രം, ഹനുമാൻ ക്ഷേത്രം, നടരാജ ക്ഷേത്രം, നവഗ്രഹ ക്ഷേത്രം, സന്തികേശ്വര ക്ഷേത്രം, പിന്നെ ചണ്ഡികേശ്വരൻ, കാലഭൈരവൻ, അങ്ങനെ പല 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 ഉപപ്രതിഷ്ഠകളും ഇതിനുള്ളിലുണ്ട്. അതുകൂടാതെ ഇതിൻ്റെ 2 വശത്തും ഉള്ള മതിൽ പോലെയുള്ള ഭാഗത്തിനുള്ളിൽ മുഴുവൻ ശിവലിംഗങ്ങളാണ്. നമ്മൾ എവിടേക്ക് നോക്കിയാലും കല്ലിൽ കൊത്തിയ ചെറിയ ചെറിയ രൂപങ്ങളും ചെറിയ ചെറിയ ദൈവത്തിൻ്റെ ഓരോ എന്താ പറയുക കൊച്ചു കൊച്ചു രൂപങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും കേട്ടോ. ഈ മനോഹരമായിട്ടുള്ള ഈ ക്ഷേത്രം അല്ലെങ്കിൽ കോവിൽ എന്ന് പറയാനാണ് സുഖം. ഇത് ഇതുപോലെ തന്നെ ഇത്ര ഭംഗിയായിട്ട് സംരക്ഷിച്ച് വെച്ചിരിക്കുന്നത് കാണുമ്പോണ്ടല്ലോ നമുക്ക് മനസ്സിന് ഭയങ്കര സന്തോഷവും സമാധാനവും ഒക്കെ അനുഭവപ്പെടും. ഞാൻ തഞ്ചാവൂർ എത്തിയ ശേഷം 3-4 തവണ ഈ ക്ഷേത്രം സന്ദർശിക്കേണ്ടായി. സത്യത്തിൽ ഇനി എപ്പോൾ പോകാൻ പറ്റും എന്നാണ് ഞാൻ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത്. എൻ്റെ മനസ്സ് മുഴുവൻ ഈ ക്ഷേത്രമാണ്, ഈ ക്ഷേത്രത്തിൻ്റെ ചുറ്റുപാടുമുള്ള കാഴ്ചകളും. സത്യം പറഞ്ഞാൽ തഞ്ചാവൂർ നഗരം തന്നെ ഇത്ര മനോഹരമായ രീതിയിൽ രൂപകൽപ്പന ചെയ്തിട്ടുള്ളൊരു നഗരമാണെന്നറിയോ തഞ്ചാവൂർ. നമുക്കത് ആ നഗരത്തിലേക്ക് കാലെടുത്ത് വെക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. വെൽ പ്ലാൻഡ് സിറ്റി എന്നൊക്കെ പറയില്ലേ, അതാണ്. അപ്പോൾ പോവാത്തവർ എല്ലാവരും അവിടെ പോകണം എന്നൊന്നും ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല. നിങ്ങളുടെ മനസ്സിൽ എപ്പോഴെങ്കിലും ഒരു വിളി വരും. ആ വിളി വരുമ്പോഴാണ് നമ്മൾ തഞ്ചാവൂർ പോകേണ്ടത്. സത്യത്തിൽ ഒരു ടൂറിസ്റ്റ് എന്ന രീതിയിൽ പോയി കണ്ട് അവിടെ നടക്കുക എന്നുള്ളതിനേക്കാളൊക്കെ ഉപരി മനസ്സിൽ ഇതുപോലൊരു വിളി വരുമ്പോഴാണ് തഞ്ചാവൂർ പോകേണ്ടത്, അല്ലെങ്കിൽ തഞ്ചാവൂർ പെരിയ കോവിൽ സന്ദർശിക്കേണ്ടതെന്നേ ഞാൻ പറയുള്ളൂ. കാരണം അത്രയും പരിപാവനമായിട്ടുള്ള ഒരു ഇടമായിട്ട് തന്നെയാണ് എനിക്കിതിനെ പറയാൻ സാധിക്കുള്ളൂ. എനിക്ക് തോന്നിയിട്ടുള്ളത് അതാണ്.